കൊതുക് വന്നു. ഒറ്റക്കൊന്നും ഒറ്റക്ക് എടുക്കാം. പറഞ്ഞു എന്ത് കാണിക്കണം ഉണ്ണി? അത് ഫോട്ടോ ഡിലീറ്റ് ആക്കേ. ഫോട്ടോ അതിന് എടുത്തില്ല, അപ്പോഴേക്കും വീണില്ലേ? ഇത് രാഹോട്ട കണ്ട ഞമ്മളെ കൊന്നളി. അയാൾ അവിടെ നോക്കണ്ട്. എന്ത് കാണിക്കണേ? അടക്കുവായേ ഇരിക്കുന്നില്ലല്ലോ. ഇത് പറയാൻ നിക്കണ്ട, അങ്ങോട്ടിക്കൂട്ട് ഓഫീസറോടൊന്നും പറയണ്ട. അങ്ങനെ നമ്മള് രണ്ടുപേരും നോക്ക്. എവിടെ എവിടെ നല്ല രസമുണ്ട് ഈ പച്ചപ്പൊക്കെ വന്നിട്ടേ. ആ അവിടെ നോക്ക്, ഒന്നുകൂടി എടുത്ത് ഞാൻ ചിരിച്ച് ശരിയാക്കാം. നല്ല എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? ആ ഫോട്ടോ എടുത്തു. ആ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കൂടെ രാഘവേട്ടാ? പുല്ലൊക്കെ വെട്ടപ്പ എല്ലാം കൃഷി നശിച്ചിട്ടില്ലേ ഇല്ലേ? എല്ലാം നോക്കിയാ? ആ നോക്കി നോക്കി. ഇവിടെയല്ല, അങ്ങ് അപ്പുറത്ത് അതിന്റെ വാഴ മുഴുവൻ കാറ്റടിച്ച് എല്ലാം പോയി. പോയി അത് ഞങ്ങള് കണ്ടു. അവിടെയല്ലേ? കണ്ടു കണ്ടു. നഷ്ടപരിഹാരം എപ്പ കിട്ടല്? അതിപ്പോ എന്താന്നറിയുമോ, ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ അങ്ങോട്ട് അയക്കണം. എന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് പാസ്സായി വരും. അപ്പൊ രാഘവേട്ടനെ അറിയിക്കും. അപ്പൊ ഓഫീസിൽ വന്നാൽ മതി. അപ്പൊ അടുത്ത കൃഷി ഇറക്കുന്നതിന് മുമ്പ് കിട്ടുവാ? പിന്നെന്താ, അതൊക്കെ ഇപ്പൊ തന്നെ റിപ്പോർട്ടൊക്കെ ഇപ്പൊ തന്നെ നമ്മള് ഓഫീസിൽ പോയാലും ശരിയാക്കൂ. നമ്മക്കൊരു തെളിവുണ്ട്. അപ്പൊ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? എന്നാ വേഗം കിട്ടുമല്ലേ? നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളെ വായക്ക് ഒരു ഉറപ്പേ ഇല്ല. 1000 മുകളിൽ പോയിട്ട് വീണ്ടല്ലേ? കണ്ടിട്ടല്ലേ? നമ്മ കാണൂല. പിന്നെ ഇതെന്താ ഫോട്ടോ? നിങ്ങളെ ഞാൻ എന്തിനാ പറഞ്ഞു? അത് മറ്റേ കൃഷിനാശം അല്ലേ? അതെ, കാണാൻ കണ്ടു. ഇതിന് കൃഷി എവിടെ? അതിനകത്ത് കൃഷിക്കാരനെ എവിടെ? അത് പുള്ളിക്ക് ഫോട്ടോ എടുക്കാൻ അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്തു. നമ്മൾ സെൽഫി എടുത്തു. പിന്നെ ഒരു ഫോട്ടോജനിക്കും അല്ല സാറേ. അതാണ്. ഇതിപ്പോ ബീച്ചിലൊക്കെ പോയിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ഫോട്ടോ എടുത്ത മാതിരിയായിരിക്കണേ. ഒരു കാര്യത്തിന് പറഞ്ഞാൽ അത് ചെയ്യണം സാറേ. ഇപ്പൊ പുതിയ ടെക്നോളജി ഉണ്ടല്ലോ, ASI ഉണ്ടല്ലോ. ആ സാധനം ഉണ്ടല്ലോ AI. അതിലിപ്പം വായനും രാഘവോട്ടനെയും ജോയിന്റ് ആക്കിയിട്ട് അത് പുതിയ സ്റ്റൈൽ ഉണ്ടാക്കിയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കൂടുതൽ ഐഡിയ കൊണ്ട് വിളമ്പണ്ട. 2 വാഴ അതിനകത്ത് ഉണ്ടായി, ഞാൻ കണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ആ കർഷകന്റെയും ആ നശിച്ച കൃഷിയിടത്തിന്റെയും ഫോട്ടോ ഇവിടെ കിട്ടണം. സാറ് ഞങ്ങൾ ഇനി എങ്ങനെ പോകും? ഞങ്ങൾ പോയിട്ട് വന്നല്ലേ. പോവുക വരികയെന്ന് എനിക്കറിയണ്ട. ആ ഫോട്ടോ നാളെ എന്റെ ടേബിളിൽ ഇവിടെ എത്തണം. എന്നാ പിടിച്ചോ. അതിവിടെ എത്തിയാ പോരെ? എത്തിയാ മതി. ആ രാഘവൻ ചേട്ടനെ വിളിച്ച് നമുക്ക് പറയാം, അവിടെയുള്ള ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിട്ട് ഇവിടെ കൊണ്ട് തരാം. അതൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എനിക്ക് ഫോട്ടോ ഇവിടെ കിട്ടണം. എന്തൊരു നിർബന്ധ ബുദ്ധിയാണ് ഈ സാറിന്. ഇനി എന്താ നിൽക്കണ? പോയി പണിയെടുക്ക്. ഒരു കാര്യത്തിന് പറഞ്ഞാൽ അത് മര്യാദയ്ക്ക് ചെയ്ത് ഒരൊറ്റ ഒന്നിനും ഇവിടെ അറിയില്ല. ആ മറ്റേ ഫയലൊന്നും വിടേണ്ടതാണ്. ഉണ്ണി അറിയല്ലേ? അറിയാം. ആരത്? ജോസഫിന്റെ. അത് ശരിയാക്ക്. ജോസഫ് അവിടെ ഇങ്ങോട്ട് പോരി. ഇവിടെ വന്നാ മതി. സാറിനെ കാണാൻ വേണ്ട ഇങ്ങോട്ട് പോരി. സാറേ, വല്ലതും നടക്കുമെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ്. പിന്നെ നടക്കാണ്ട് എന്താ? അങ്ങനെ ഇരിക്കേ. ഫണ്ട് ഉടനെ വരുമല്ലോ. അല്ല, ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പോ 2-3 കൊല്ലായില്ലേ സാറേ ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. ശരിയാവും. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാണ്ടിരിക്കേ. ഇതൊക്കെ ഗവൺമെന്റിന്റെ കാര്യല്ലേ. എന്റെ ഗതികോണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് പറയണേ. ഞാൻ ഒരാളുടെ നിന്ന് 1 രൂപ കാട്ടം മേടിക്കാത്ത ഒരാളാ. നന്നായിട്ട് അധ്വാനിക്കാറുണ്ട് ഞാൻ എന്റെ പറമ്പില്. ഇതില് എനിക്ക് ഇഞ്ചി കൃഷി നടത്തിയിട്ട് വെള്ളം കയറിയ സമയത്ത് മൊത്തം നശിച്ചു. 3 കൊല്ലം മുമ്പ് 10 പൈസ കയ്യിൽ നിന്ന് ഇറക്കാണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന പൊട്ടും പൊടിയൊക്കെ പെണ്ണിൻ്റെ നിന്നൊക്കെ എടുത്തിട്ട് ആ പൈസയും കൂടി ഇറക്കിയിട്ടാണ് പിന്നെ ഞാൻ കൃഷി നടത്തിയത്. അതും നശിച്ചു. ഗതികേടുകൊണ്ടാണ് ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തത് ബാങ്കിൽ നിന്ന്.
അതെടുത്ത് കൃഷി നടത്തിയിട്ട് എൻ്റെ ജീവിതം കഴിഞ്ഞ് പോവുക എന്നല്ലാതെ ഒരു ഉറുപ്പ് എനിക്ക് നീക്കി വെക്കാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ ഈ പലിശയ്ക്ക് കുറച്ച് പൈസ അടയ്ക്കുക? അതിങ്ങനെ കൂടി കൂടി വന്നിട്ടിപ്പോ ജപ്തിയായിരിക്കുകയാണ്. എനിക്കുള്ള കിടപ്പാടൊക്കെ പോക്കി കിടക്കാൻ സ്ഥലം വേറെ ഇല്ല. അപ്പൊ അതൊന്ന് നീട്ടി കിട്ടും. ഇവിടുന്ന് എന്തെങ്കിലും സഹായം കിട്ടിയാൽ എനിക്ക് അതൊന്ന് ആ ജപ്തിയെങ്കിലും ഒന്ന് നീട്ടി കിട്ടും. ഒരുപാട് കർഷകരുണ്ട്, കൃഷി നശിച്ചവർ ഇവിടെ വന്ന് ഇങ്ങനെ സങ്കടം പറയുന്നത്. നിങ്ങളെ സങ്കടം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. കിട്ടും, മനസ്സിലാവില്ല, കിട്ടാണ്ട് നിൽക്കൂല. സങ്കടപ്പെടാണ്ട് ധൈര്യമായിട്ട് പോയി ഒക്കെ ശരിയാവും കേട്ടോ. സഹായിക്കും പറയാം. ഞാൻ സാറിന്റെ വേണ്ട, അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞോളൂ. പാവം സാറേ പാവം ഒന്ന് ശരിയാക്കി കൊടുക്ക് സാറേ. ഇത് ഇയാളെ കേസ് മാത്രാ? എത്ര കേസുകളുണ്ട് ഇവിടെ, നിങ്ങൾ കാണുന്നില്ലേ? എല്ലാ കൊല്ലം നാശനഷ്ടമാവുന്നു. ഇതെന്തിനീ കൃഷിപ്പണിക്കെല്ലാം പോകുന്നല്ലേ? അമ്മാരി മഴയല്ലേ പെയ്ത പ്രാവശ്യം? എത്ര തോട്ടങ്ങളാണ് നശിച്ചത്, നിങ്ങൾ കാണുന്നില്ലേ പേപ്പറിലും TV-ലൊക്കെ ആയിട്ട്? അല്ല മാഷെ, ഞാൻ പറഞ്ഞത് എനിക്ക് അന്ന് 2-3 ഫംഗ്ഷൻ ഉള്ളതാണ്. 9:30 എന്ന് പറഞ്ഞാൽ 9:30 ഞാനവിടെ എത്തിയിരിക്കും. എന്തിന് ഈ എൻ്റെ മണ്ഡലത്തിൽ സ്കൂളിൽ MLA ആയി ഞാൻ പോരെ? ഇനി നിങ്ങൾ എന്തിനാ സിനിമാക്കാരെ വിളിക്കണം? എന്നാൽ അവരെ വെച്ചിട്ട് പരിപാടി നടത്തിയാൽ പോരെ? പിന്നെ നിങ്ങൾ ഈ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഞാൻ പോയേ പിന്നെ അവതരിപ്പിച്ചാൽ മതി. അത് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പുതിയ എന്തെങ്കിലും 1-2 കാര്യങ്ങൾ നിങ്ങൾ ചേർക്കും, അത്രയല്ലേ ഉള്ളൂ. സാർ ശീതളൻ എന്ന് പറഞ്ഞ ഒരു കർഷകൻ വന്നിട്ടുണ്ട് സാറിനെ കാണാൻ. ഓക്കെ, എന്നെ ഇടയ്ക്കൊന്ന് ഓർമ്മിച്ചോണം. ആര്? ശീതളൻ എന്നൊരു കർഷകൻ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. അയാൾ എന്തിനാണ് ഇന്നാളും വന്നു പോയില്ലേ? വരാൻ പറയും. സാറേ എവിടെയാണിത് സാറേ? നാളെ ഇരിക്ക് കുഴപ്പമില്ല. ഇരിക്ക് ശീതള, ഇരിക്ക്. ശീതള ചായ പറയട്ടെ? വേണ്ട സാറേ. എന്നാ പിന്നെ കട്ടൻ ചായയോ? ഇല്ല, ജ്യൂസാക്കാം എന്തായാലും. കഴിച്ചു. പിന്നെ എന്തായി, നമ്മളെ അന്നത്തെ പൈസ എല്ലാം കിട്ടിയല്ലോ അല്ലേ? അതൊന്നും കിട്ടിയില്ല സാറേ. ഹേയ്, അതെന്ത് മര്യാദകളാണ്? അല്ല ഞാനിപ്പോ അതല്ല അതല്ല അങ്ങനല്ലല്ലോ ശീതള. ഒരു MLA ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ശീതളൻ എന്ന് പറഞ്ഞു. ഞാൻ അതവിടെ സംസാരിച്ചിട്ട് അത് പരിഗണിക്കില്ല, അതങ്ങനെ പാടില്ലല്ലോ. അല്ലല്ലോ. ശീതള ഒന്നും പറയണ്ട. അത് ഞാൻ എന്താ അങ്ങനെ അനാസ്ഥ കാണിക്കാൻ ഉദ്യോഗസ്ഥര് അങ്ങനെയുള്ളവർ വേണ്ട നമുക്കിവിടെ സർവീസിൽ. കൃഷി ഓഫീസർ സാറേ, അത് ഞാൻ അറിയാൻ മേലായിട്ടോട് ചോദിക്കാണ്. ഞാനിവിടുത്തെ MLA അല്ലേ? നിങ്ങളോട് ഞാൻ കൃഷി നശിച്ച ആൾ ശീതളൻ എന്ന് പറഞ്ഞ കർഷകനുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്നുണ്ട്. നിങ്ങൾ എന്താ കൊടുക്കാത്ത? അപ്പോഴേ ഫണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ശീതളിന് കൊടുക്കണം. ഫണ്ട് വന്നില്ല എന്നതാ. അപ്പോ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. ശീതളിന് കൊടുത്തിട്ട് വേറെ ആർക്കും ബാക്കി ഉണ്ടായി കൊടുത്താൽ മതി സാറേ. ഇനി എന്നെ ഇതിനു വേണ്ടി വിളിപ്പിക്കല്ലേ? ശരി. ഫണ്ട് വന്നില്ലാന്നേ, അത് വരും. ഫണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. വന്നു കഴിഞ്ഞാൽ ആദ്യം ശീതളിന് തരും കേട്ടോ. സന്തോഷമായില്ലേ? ഇനി എന്താ? അത് മാത്രല്ല സാറേ. ഏത് വർഷം വയ്യായി ഉണ്ടോ? അല്ല, വീട് ജപ്തിയായി. വീടിനെന്ത് പറ്റി? വീട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു സാറേ. ലോൺ അടച്ചില്ല? അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ശീതള ലോൺ എടുത്താൽ തിരിച്ചടക്കണ്ടേ? സാറേ, എനിക്ക് കൃഷിയല്ലാതെ വേറെ ഒന്നും അറിയില്ല സാറേ. ഞാൻ ഇഞ്ചി കൃഷി ചെയ്തിട്ട് അത് വെള്ളം കയറി ആകെ നശിച്ചു പോയപ്പോ. ഇഞ്ചി പ്രശ്നമാണെങ്കിൽ ഇഞ്ചി മാറ്റിയിട്ട് വാഴ വെക്ക് സാറേ. വാഴയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ കാറ്റില് വാഴ കാറ്റിൽ പോയി. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു കപ്പ വെക്ക്. കപ്പയാകുമ്പോ കാറ്റത്ത് ഒഴിഞ്ഞു വീണാലും മൂട്ടിലെ സാധനം അടിയിലുണ്ടാവും. കയ്യില് കാശ് വേണം സാറേ, എന്ത് ചെയ്യണെങ്കിലും. അതെ, ഞാനതാണ് ഓരോന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോൺ എടുത്തു പോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി സാറേ. കിടപ്പാടും കൂടി പോകും. സാറൊന്ന് സഹായിക്കണം. ശീതള, ഇപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കില്ല. ഞാനൊരു MLA, ഒരു പൊതുപ്രവർത്തകനാണ്. ഞാനൊന്നും എങ്ങും ഒരു പിടിവെള്ളി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങളത് ആലോചിക്കണം കേട്ടോ. എനിക്ക് ഈ കാശ് കിട്ടിയിരുന്നെങ്കിൽ ആ കടം വിട്ടായിരുന്നു സാർ. അത് പറ്റിയില്ല. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാലേ, എനിക്കിപ്പോ ചെയ്യാൻ പറ്റണത് ബാങ്കിൽ വിളിച്ചിട്ട് ഇത്തിരി സാവകാശം വല്ലതും തരാൻ പറയാം. അതേ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ശീതള. എങ്ങനെയാലും കാശ് മറിച്ചിട്ട് കൊണ്ട് അടയ്ക്കാൻ നോക്കൂ.
ഇല്ലെങ്കിൽ ആ ഉള്ള സ്ഥലം അത് എല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ കൃഷി ചെയ്യും? നിങ്ങൾ ഈ കൃഷിപ്പണിക്കാരെ എവിടെ നിന്ന് എടുത്ത് അടയ്ക്കാനാ സാർ? അന്നന്നത്തെ ഉപജീവനം തന്നെ കഷ്ടിയാണ്. അല്ല, നഷ്ടപരിഹാരം വന്നാൽ ഉടനെ അത് തരും കേട്ടോ. അതാദ്യം തരും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനേ ബാങ്കിൽ വിളിച്ചിട്ട് ഒരല്പം സാവകാശം തരാൻ പറയാം. കേട്ടാ? സന്തോഷമായില്ലേ? ശരി സാർ. നേരായിട്ട് ചെല്ല്. കേട്ടാ? ആ, ചായ എന്തെങ്കിലും കുടിക്കണോ? വേണ്ട സാറേ. ലോൺ എടുക്കുക, ലോൺ എടുത്തിട്ട് വേറെ വല്ല ദൂർത്തടിച്ചിട്ട് എല്ലാം പോയി കഴിയുമ്പോൾ വന്ന് നിന്ന് കരച്ചിൽ. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അവർക്കൊക്കെ ആണെങ്കിൽ പോയി ലോണല്ലേ എടുക്കുക. നമുക്കാരും ലോൺ തരാനാണെങ്കിൽ ലോൺ എടുക്കാൻ പറ്റും. MLA ലോൺ എടുത്ത് അത് അടച്ചില്ലെങ്കിൽ അതായാലും വലിയ തലവേനയാണ്, നാണക്കേടാവും. ഓരോരുത്തന്മാർ നോക്കിയിരിക്കുക സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഇട്ട് പൊങ്കാലയുടെ ലാഭം കിട്ടുമ്പോൾ ആരെ അറിയിക്കില്ലല്ലോ. അപ്പോഴും സന്തോഷമായിട്ട് ഇതുവരെ ഒരു കേക്കെങ്കിലും മേടിച്ചുകൊണ്ട് വരും. അതില്ല, സങ്കടം വരുമ്പോൾ വരും. എല്ലാവരും ദൈവത്തിനെ വിളിക്കും പോലെ തന്നെ ആവശ്യം വരുമ്പോൾ വിളിക്കും. അതുപോലെയാണ് MLA കാണാൻ പറഞ്ഞു, എന്തെങ്കിലും കാര്യം കാണാൻ. അല്ലാണ്ടേ അല്ല അല്ല അതിപ്പോ സാറിന്റെ ഒരു ഒഴിവ് നോക്കിയിട്ടേ, അല്ല അതെ ആ ദിവസം നോക്കിയിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചിട്ടാ. ശരി സാർ. സാറേ, നമ്മളിപ്പോ വർഷം തോറും നടത്തി വരാറുള്ള കർഷക ദിനാചരണം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ വർഷം നടത്തിയത് വളരെ നന്നായിരുന്നു എന്നാണ് അഭിപ്രായം. അതിലും കുറച്ചും കൂടി നന്നായി നടത്താനാണ് ഇപ്പൊ മുകളിൽ നിന്നുള്ള ഉത്തരവ്. അത് വേണം ഭംഗിയായിട്ട് നടത്തണത്, അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഒഴിവ് ദിവസം എന്നാണോ അന്നേ നമുക്കിത് വെക്കാൻ പറ്റും. ഈ MLA മാത്രം മതി, ഒരു വിശിഷ്ട അതിഥി ഉണ്ട് സാറേ. ഒരു സിനിമാ നടനാണെങ്കിൽ കുറെ ആളും കൂടും, നല്ല പരസ്യമാവും. ഫ്രീ ആയിട്ട് ആരെങ്കിലും അങ്ങനെ സിനിമ തന്നെ കിട്ടുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഫ്രീ ആയിട്ടാ സിനിമാ നടനാ? പിന്നെ അല്ലാണ്ട് പൈസ കൊടുത്ത് ഇപ്പൊ ആരെയും കൊണ്ടുവരാൻ പറ്റുമോ? പൈസ കൊടുക്കേണ്ട ആരും വരും ഉണ്ണിയെ? വരും. ഞാനൊന്ന് മിസ് കോൾ അടിച്ചാൽ മതി, അപ്പൊ ഓടി വരും. ആരാ? ആരാന്ന്? ടുട്ടു. അതാരാ അങ്ങനെ സിനിമ നടേ? ഉണ്ടോ? അറിയില്ല. ഏത് സിനിമയിലാ? ടുട്ടുന്നറിയില്ലേ? ഇല്ല. ആരാത്? ടുട്ടുന്ന് അറിയാത്തൊരു കൃഷി ഓഫീസർ എങ്ങനെ പോയത്? ടുട്ടു എന്ന് പറഞ്ഞ ആരാ? ഇൻഫ്ലുവൻസർ. ഓ, അപ്പൊ നടനല്ല. ആ, ഇതാ 17 വയസ്സിലെ പിള്ളമാർ ഓടി വന്ന് നടക്കും, പിന്നെന്നാ മൊത്തം വൈറലാവും. ചീത്തി നെഗറ്റീവ് എല്ലാം പറയും, അത് നോക്കണ്ട. വയറിലാവും. ആ വയറിൽ നമുക്ക് വേണ്ട. അതിന് നാണക്കേടല്ലേ? അതൊന്നും വേണ്ട. ഒരു സദസ്സിൽ വന്ന് തെറി പറയാനിട്ട് അത് ആൾക്കാർ കേൾക്കാന്ന് പറഞ്ഞാൽ MLA മതിയൊക്കെ തൽക്കാലം. സാറേ, എനിക്കൊരു കാര്യം പറയാനുള്ളതേ, ചെണ്ടമേള എന്തായാലും വേണം. ആയിക്കോട്ടെ. ഒരു ശിങ്കാരിമേള ഉണ്ടായിക്കോട്ടെ. നല്ലതാ. രണ്ടും വേണം. എന്റെ മൊയ്സാർ, രണ്ടും ചെണ്ടയിലുള്ളതല്ലേ, ഏതെങ്കിലും ഒന്ന് പോലെ. ആ സ്ത്രീകളുടെ ശിങ്കാരിമേള അത് വേണം, അത് വേണം. സ്ത്രീകളുടെ ആയിക്കോട്ടെ. പിന്നെ ഉദ്ഘാടന സമയത്ത് ഒരു വെടിക്കെട്ടു, ഒരു കൊമ്പനാനി, കുർമാശ്ശേരി നീലാണ്ടൻ. അമ്മോ, വന്നോട്ടെ. അല്ല, ഇത് പൂരല്ലല്ലോ ഇത്. ആനയൊക്കെ വേണോ? വേണം. അല്ല, ഒരു എടുപ്പായിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞായിരിക്കും. നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. പിന്നെ വരുന്നവരെ നമ്മൾ വെറും കൈയോടെ വിടാൻ പാടില്ല. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നവർക്കെല്ലാം ബിസ്ക്കറ്റും ചായയും കൊടുക്കാം. ബിസ്ക്കറ്റും ചായയൊക്കെ ഇപ്പൊ ആരെങ്കിലും കൊടുക്കുവോ? സാറേ, ഏറ്റവും ചുരുങ്ങിയത് ഒരു ബിരിയാണി കൊടുക്കണം നമ്മള്. അയ്യേ സാർ, ബിരിയാണി വേണ്ട. ബിരിയാണി വേണ്ട, നമുക്ക് സദ്യ. സദ്യയിലും മതി. അതെ, ഒരു ചിക്കൻ കറിയും അത്രേ വേണ്ടു. നമ്മുടെ ഒരു ആഘോഷല്ലേ, നടത്തണം സാറേ. അല്ല, ഇനിയിപ്പോ ബിരിയാണിയോ അല്ലെങ്കിൽ ചോറോ ചിക്കൻ കറിയോ എന്താ ആയിക്കോട്ടെ, മതി. ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ഗംഭീരമാവണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കൂടിയത്, അതിന് എല്ലാവരും പ്രയത്നിക്കാം. ആയിക്കോട്ടെ, എന്നാ ശരി. ശരി സാർ. അപ്പൊ അങ്ങനെ ഓരോന്ന് തീരുമാനിച്ചാലേ ആ പരിപാടി കഴിയും. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കണ്ടേ? നമുക്ക് കർഷകരെ ആദരിക്കണ്ടേ? പിന്നെ കർഷകരെ ആദരിക്കലാണല്ലോ ചടങ്ങ്. എന്നിട്ട് അതിനെ പറ്റി നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ആദരിക്കുന്ന ആൾക്കാരാർക്കാന്ന് അറിയോ? അല്ല, അതിന് കർഷകർ വേണല്ലോ അല്ലേ? നീ അവരോട് വിളിച്ച ഇങ്ങോട്ട് വരി, കഴിഞ്ഞില്ല. ശരി. ഉണ്ടോത്തിരി, വാ വാ വാ, വിളിക്കും സാറ് വിളിക്കും. നമ്മളെ തിന്നണേം കുടിക്കണ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യം ചർച്ച ചെയ്തില്ല. എന്താ? കർഷകരെ ആദരിക്കണ്ടേ? അതാണല്ലോ. അതെ, അതിന് കർഷകർ വേണ്ടേ? അത് ശരിയാണ്. നമ്മളൊരു 10 കർഷകരെങ്കിലും ആദരിക്കണം. അപ്പൊ അവരെ കണ്ടെത്തിയിട്ട് നമ്മൾ പോയി ക്ഷണിക്കണം. അത് വേണം. അത് പല പേർക്ക് അവാർഡ് കൊടുക്കണം, പലതരത്തിലുള്ള അവാർഡുകൾ. ഏതൊക്കെയത്? അതായത് മികച്ച കർഷകനുള്ള അവാർഡ് കൊടുക്കണം, പിന്നെ നെൽകർഷകനുള്ള അവാർഡ് കൊടുക്കണം, ജൈവ കർഷകനുള്ള അവാർഡ് കൊടുക്കണം, വിദ്യാർത്ഥി കർഷകനുള്ള അവാർഡ് കൊടുക്കണം, കർഷക തൊഴിലാളിക്ക് കൊടുക്കണം,
യുവ കർഷകന് കൊടുക്കണം. ഇവർക്കൊക്കെ നമ്മൾ മൊമെന്റോ മേടിക്കണം, എന്നിട്ട് കൊടുക്കണം. പൊന്നാട വേണ്ടേ? പൊന്നാട വേണം, സർട്ടിഫിക്കറ്റ് വേണം. സാറേ ആ. ഏതായാലും നമ്മ ഇത്രയെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചല്ലോ, ഒരു പുതിയ അവാർഡ് കൂടെ കൊടുത്ത് തീരുമാനിച്ചാലോ? അപ്കമിങ് കർഷകൻ എഴുതും. അപ്കമിങ് നല്ലതാണ്. നല്ലതാ. അല്ല, അത് നമ്മൾ തീരുമാനിച്ച പറ്റില്ല, അത് ഓർഡർ വരണം. ഓർഡർ വന്നല്ലോ സാർ എന്റെ. അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ. ഇത്രയൊക്കെ പറഞ്ഞല്ലോ, നമുക്കിപ്പോ ഇതിന് എത്ര ഫണ്ടുള്ളത്? പണ്ട് നമുക്ക് 5,000 റുപ്പീസ് അനുവദിച്ചിട്ടുണ്ട്. 5000 ഉറുപ്പ്യോ? ആ, കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ, അതിന് കുറവൊന്നുമില്ല. മുമ്പ് ആനേന്റെ കാര്യം പറഞ്ഞില്ല ഉണ്ണി? ആനന്റെ പിണ്ടി കിട്ടും 5000-ന്. എന്താ നിങ്ങള്? എന്റെ മൊയ്തു സാർ, അത് സർക്കാർ അനുവദിച്ച പൈസ ഇല്ലേ? നമ്മളൊരു 5 ലക്ഷം ഉറുപ്പ്യെങ്കിലും പിരിക്കണം, സ്പോൺസറെ കണ്ടെത്തണം. നമ്മള് കണ്ടെത്തണം. അത് 5 ലക്ഷത്തെ കൂടുതൽ നമുക്ക് കിട്ടിയെന്ന് വെക്കാം, ഈ 5000 മാറ്റി വെക്കാം. ഓ, നടന്ന അതാണ് നമ്മുടെ ജോലി, അത് നമ്മൾ ചെയ്യണം. പിന്നെ മൊയ്തു സാറേ, ഈ വർഷത്തെ മികച്ച കർഷകനുള്ള അവാർഡിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരസ്യം മൊയ്തു സാർ കൊടുക്കണം നാളെ തന്നെ പത്രത്തിലല്ലേ? അത് ഞാൻ കൊടുത്തോളാം. ഓക്കെ, അപ്പൊ എന്നാ ശരി. ശരി. 5000 ഉറുപ്പ്യ ചിക്കൻ കറി ബിരിയാണി ഒഴിവാക്കിട്ട് കഞ്ഞി കുടിക്കാം, അതാ നല്ലേ. നിങ്ങളെല്ലാം അവിടെ വന്ന് ഫോട്ടോ എടുത്ത് അവരുണ്ടാളെ ഇനി ഇരിക്കും. എന്റെ കൃഷി നശിച്ചതിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇവരവിടെ വന്നിനി. ഞാൻ ഇവിടെ വിട്ട് ഇവരവിടെ വന്നിട്ട് തെങ്ങിന്റെ അടുത്തും വായന്റെ അടുത്തും മറ്റേ ഇതും നശിക്കാതെ വായയുടെ അടുത്തും തെങ്ങിന്റെ അടുത്തും പിന്നെ കല്യാണ ഫോട്ടോ എടുക്കും പോലെ ഫോട്ടോ എടുത്തിന് വന്നു. എന്റെ നശിച്ച കൃഷിന്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഫിലിം സിറ്റിയാ ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് എന്റെ പറമ്പിലേക്ക് വരാൻ. എനക്കൊന്നും തിരിഞ്ഞിട്ടില്ല അത്. മൊയ്തു സാറേ, ഒന്നിട്ട് വന്നേ. അല്ല മൊയ്തു സാറേ, ഇവരുടെ ഈ കൃഷി സ്ഥലം ഫോട്ടോ എടുക്കാൻ ആരാ പോയത്? അവിടെ മണ്ടുണ്ണിയാ പോയത്. മണ്ണുണ്ണിയാ? അല്ല, മണ്ടു ഉണ്ണിയും കൂടിയാ പോയത്. എന്നിട്ട് അവര് ഫോട്ടോ അല്ല, അത് ഒരു ഫോട്ടോ എടുത്തില്ല, ഇയാളെ ഫോട്ടോ വന്നില്ല. എന്നിട്ട് സാറാണ് അവരോട് വേറെ ഫോട്ടോ? അല്ല, ഞാനല്ല, ഒരെന്നെ വിളിച്ചു പറഞ്ഞത് ഫോട്ടോ എടുത്ത് കൃഷി സ്ഥലത്തിന്റെ ഫോട്ടോ കൊണ്ടുവന്നു. ഫോട്ടോ ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിലേക്ക് കൊടുത്താൽ. അതിപ്പോ എനിക്ക് എപ്പോ നഷ്ടപരിഹാരം എനിക്ക് വേണമല്ല. അല്ല, കാരണം അത് ഇപ്പൊ കിട്ടില്ല. നിങ്ങൾ അപേക്ഷ കൊടുക്കുക, അപേക്ഷയുടെ കൂടെ അവര് വന്നെടുത്ത ഫോട്ടോ കൂടി വെക്കണം. ആ ഫോട്ടോ ശരിയല്ലാഞ്ഞിട്ടാണല്ലോ ഈ ഇതില് ഫോണിൽ കൊണ്ടുവരാൻ പറഞ്ഞേ. ഇനി ഇവർ ഈ ഫോട്ടോ എടുത്തിട്ട് അതും ആ അപേക്ഷയും കൂടിയിട്ട് അയക്കും. എന്നിട്ട് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തരും. എപ്പം കിട്ടലേ? അത് കിട്ടിയ ഒന്ന് അറിയിച്ചേ. അത് ഈ കൃഷി ഇനി അടുത്ത കൃഷി കിട്ടുവാ? അല്ല, സർക്കാരിന്റെ കാര്യം. പക്ഷെ അധികം വഴുകില്ല, ഒന്ന് വേറെ അധികം വൈകില്ല. വരി, ചെന്നോളൂ, അവിടെ ചെയ്യാം. അവിടെ കൊടുക്കുക ആ അപേക്ഷയുടെ കൂടെ. ഒരു പണിയാ ഇതെല്ലാം. വരി വരി. അതെ, നിങ്ങളതിന്നേ വാട്സപ്പിലേക്ക്, മണ്ടുവിന്റെ വാട്സപ്പിലേക്ക്, മണ്ടുവാ വാട്സപ്പിലേക്ക് ആ ഫോട്ടോ ഒന്ന് ആയിക്കോട്ടെ. മണ്ണുണ്ണിന്നെ അവര്